രാമകഥാമൃതം. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ഇത് കേട്ട നേരത്ത് പരമേശ്വരൻ ഏറ്റവും സന്തോഷത്തോടു കൂടി. കാരണം രാമകഥയെക്കുറിച്ചറിയാൻ, രാമതത്വത്തെക്കുറിച്ചറിയാനുള്ള ജിജ്ഞാസ ഉള്ളിലുണ്ടാവണമെങ്കിൽ അത്യന്തം ഭക്തി ഉള്ളിൽ രൂപപ്പെട്ടു വരണം. അത് പാർവതിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൈലാസനാഥൻ അത് പറയാൻ പോവാണ്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സത്യധർമാദികൾ കൈവെടിയാതെയുള്ള ജീവിതാദർശം എങ്ങനെ സാധ്യമാക്കാം? അധ്യാത്മശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലൂടെയുള്ള സഞ്ചാരം. ഭക്തിസാന്ദ്രമായ രാമായണ പാരായണവും വ്യാഖ്യാന വിശകലനവും കണ്ണൂർ 1 ചാനലിൽ. രാമകഥാമൃതം. അവതരണം കവിയും പ്രഭാഷകനുമായ രാജേഷ് വാര്യർ. നിന്നോളമാക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. അപ്പോൾ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യത? രാമതത്വം അറിയാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഭക്തിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ രാമനാമത്തിലൂടെ പരിവർത്തനത്തിൻ്റെതായ ഒരു മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലൂടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്.